പുതിയ രക്ഷക, പുതിയ കൂട്ടുകെട്ട്, സംഗതി ജോറായിട്ടുണ്ട്. പക്ഷേ നൈസായിട്ടൊന്ന് പാളി കേട്ടോ. നിന്റെ ഭാര്യ മോളും ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാ കേട്ടോ. സർ പ്ലീസ് സർ. നിർത്തടാ. സാറോ? ഏത് സാറ്? നിന്റെ ജീവിതം മാത്രമല്ല, നിന്റെ ജീവന്റെ ജീവനായ ഭാര്യയുടെയും മകളുടെയും ജീവനും ഇപ്പൊ എന്റെ കൺട്രോളിലാണ്. പവിത്രൻ സാറിന് ഒന്ന് വീഡിയോ കോൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഈ കോള് കട്ട് ചെയ്തേക്കാം. സാർ ഇങ്ങോട്ടൊന്ന് വീഡിയോ കോൾ ചെയ്യും, ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ? ആ, നീ വന്നോ? എന്നാ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കിക്കോ. മോളെ സർ പ്ലീസ് സർ, അവരൊന്നും ചെയ്യരുത്. എന്റെ എച്ചിൽപ്പെട്ടിയായിട്ട് ജീവിച്ചിട്ട് നീ എന്നെ തന്നെ തിരിച്ചു കടിച്ചോല്ലടാ. ആ ഗൗതമിനെ തകർത്ത് സർവ്വ ബിസിനസ് സ്വന്തമാക്കാൻ ഞാൻ ജ്യോതിയുമായി ചേർന്ന് നല്ല അന്തസ്സായിട്ടൊരു കളി കളിച്ച് വന്നപ്പോ നീ അതിനിടയ്ക്ക് കയറി ഫൗള് കാണിച്ചോ അല്ലേ? നിന്റെയൊക്കെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നാളെ പ്രണവിനെ കോടതിയിൽ ഹാജരാക്കും. നീ കയറി പ്രതിക്കൂട്ടിൽ നിന്നിട്ട് ഉച്ചത്തിൽ അങ്ങ് വിളിച്ചു പറയും, CKCയും ജ്യോതിർമയും ചേർന്നാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതെന്നും ഞാൻ എല്ലാം ഏറ്റുപറയുമെന്നും സർവ്വ തെളിവുകളും പോലീസിന് ചൂണ്ടിക്കൊടുക്കുമെന്നും മാനസാന്തരപ്പെട്ട എന്നെ മാപ്പ് സാക്ഷിയാക്കണമെന്നും അല്ലേ? സംശയം വേണ്ട, ദയവ് തോന്നും കോടതിക്ക്. നിനക്കൊരു മാപ്പ് സാക്ഷി പട്ടം പകരം 2 പേരെ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് നടത്തും. ഒന്ന് ഞാനും പിന്നെ ജ്യോതിയും. ഗൗതമനെ ജയിലിൽ നിറക്കി നിധി മാഡത്തിന്റെയും ഗൗതം സാറിന്റെയും അനുഗ്രഹാശിസുകളും വാങ്ങിച്ച് നീയേ കോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ. അവിടെ നിന്നിറങ്ങി നേരെ നീ വരണം വടക്കേപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് അടിയിലേക്ക്. അവിടെ ഒരാൾക്കൂട്ടം കാണും. അതിനെ വകഞ്ഞു മാറ്റി അകത്ത് ചെന്ന് നോക്കിയാൽ ദേ ഈ എന്റെ അടുത്ത് നിൽക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരില്ലേ, ഈ 2 എണ്ണത്തിന്റെയും ചിന്നിച്ചിതറിയ ശവങ്ങൾ കാണാം നിനക്കവിടെ. നോ നോ സർ പ്ലീസ്, ദയവ് ചെയ്ത് അവരൊന്നും ചെയ്യരുത്. ഇടപാടുകൾ നമ്മൾ തമ്മിലല്ല സർ, അവരെ അതിലേക്ക് വലിച്ചിടരുത് സർ. സർ പ്ലീസ്. സാറ് പറയുന്ന എന്തും ഞാൻ അനുസരിച്ചോളാം. എന്തും അനുസരിച്ചോളാമെന്ന് വേണ്ട പവിത്ര. അടിമപ്പണി അതെന്തായാലും നിന്നിൽ നിന്ന് ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. ഒറ്റ ആവശ്യം മാത്രം, അത് നീ പക്ഷെ ചെയ്തിരിക്കണം. ഞാൻ എന്താ ചെയ്യണത് സാറ് പറ. നാളെ പ്രണവിനെ കോടതിയിൽ ഹാജരാക്കും. 1-ാം സാക്ഷി നീയാണ്. അവിടെ ചെന്ന് നിന്ന് വായ തുറക്കുമ്പോ നിന്റെ വായിൽ നിന്ന് CKC എന്നോ ജ്യോതിർമയി എന്നോ ഒരു ശബ്ദം പുറത്തു വരാൻ പാടില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? റെയിൽവേ മേൽപ്പാലത്തിന് കീഴിലെ ട്രാക്ക്, അതിൽ തിരിച്ചറിയാനാവാതെ ചിതറിക്കിടക്കുന്ന ശരീരങ്ങൾ. അത് കാണണ്ടായെങ്കിൽ നാളത്തെ കോടതിയിൽ എന്ത് പറയണമെന്ന് നീ ഇപ്പോഴേ തീരുമാനിച്ചോ പവിത്ര? ഞാനത് അനുസരിച്ചോളാം. ഒരിക്കലും ഞാൻ സാറിന്റെയോ മാഡത്തിന്റെയോ പേര് പറയില്ല. ദേവി, ഇത് എന്റെ ഭാര്യയും കുഞ്ഞിനെയും വെറുതെ വിടണം. അതൊക്കെ പിന്നെ നാളത്തെ കോടതി സമയം കഴിഞ്ഞിട്ട്. സർ സാറേ സർ, ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്. ഇതിൽ നിന്ന് ഇനി മാറില്ല. അവരെ വിട്ടേക്ക് സർ. ടെൻഷൻ ആവാതെ പവിത്ര, നാളെ കോടതി സമയം കഴിയട്ടെ. അതുവരെ ഇവരെന്റെ കസ്റ്റഡിയിൽ സേഫ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇവര് ജീവനോട് ഇരിക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. ഓക്കെ സാർ?